Good morning, dear students. In the previous class, we have learned micro teaching and different types of teaching skill. What do you mean by micro teaching? Micro teaching is a scaled down teaching encounter in a class size and class time. We have already learned the definition of the DW. Then what do you mean by teaching skill? Teaching skill is a set of related overt behavior of an individual which are observable, measurable, definable, demonstrable and refinable through practice. ഇത് ഞാൻ കൂടെ ആവർത്തിക്കുന്നതിൻ്റെ കാരണം സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ടെക്നോളജിയുടെയും അതുപോലെ തന്നെ ഓപ്ഷൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിർബന്ധമായും അല്ലെങ്കിൽ ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഡിഫൈൻ മൈക്രോ ടീച്ചിങ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈക്രോ ടീച്ചിങ്, വാട്ട് ഡു യു മീൻ ബൈ ടീച്ചിങ് സ്കിൽ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീച്ചിങ് സ്കിൽ എക്സെട്ര. അതുകൊണ്ട് ഞാനിത് ആവർത്തിച്ചു എന്നേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് മൈക്രോ ടീച്ചിങ് എന്നും അതുപോലെ വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീച്ചിങ് സ്കില്ലിനെ കുറിച്ച് പഠിച്ചു. This class is all about what you mean by link practice. What do you mean by link practice? അതിനകത്ത് തന്നെ അതിൻ്റെ അർത്ഥം കിടപ്പുണ്ട്. ലിങ്ക് പ്രാക്ടീസ് മീൻസ് ഇൻറ്റഗ്രേഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്കിൽസ്. ഇൻറ്റഗ്രേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഐസൊലേറ്റഡ് സ്കിൽസ്. ഇതുവരെ നമ്മൾ പഠിച്ചത് ഐസൊലേറ്റഡ് സ്കില്ലുകളായിരുന്നു. Skill of stimulus variation, skill of using blackboard, skill of probing question, skill of fluency in questioning, skill of illustration with a suitable example, skill of closure, skill of set induction. ഇങ്ങനെ ഏകദേശം 9ഓളം സ്കില്ലിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചുകൊണ്ടിരുന്നു. അതെല്ലാം എന്തായിരുന്നു? ഐസൊലേറ്റഡ് സ്കില്ലുകളായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇൻറ്റഗ്രേഷൻ ഓഫ് ദ ഐസൊലേറ്റഡ് സ്കിൽ. ഈ ഐസൊലേറ്റഡ് സ്കില്ലെല്ലാം എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന പാർട്ടിനെയാണ് ലിങ്ക് ലെസൺ അഥവാ ലിങ്ക് പ്രാക്ടീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങൾ ഇപ്പോൾ ഓപ്ഷൻ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കാം പ്രാക്ടീസ് സെഷൻ, അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടിക്കൽ പാർട്ടാണ്. ഓരോ ലെസൺ പ്ലാൻ എഴുതുകയും അതിൻ്റെ ഫീഡ്ബാക്ക് അതാത് സമയം തന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മൈക്രോ ടീച്ചിങ് സൈക്കിൾ എന്തായിരുന്നു? പ്ലാൻ, ടീച്ച്, ഫീഡ്ബാക്ക്, റീപ്ലാൻ, റീടീച്ച്, റീഫീഡ്ബാക്ക്. ഇങ്ങനെ ഏകദേശം 36ഓളം മിനിറ്റോടുകൂടെ എന്ത് തീരുന്നു? മൈക്രോ ടീച്ചിങ് സൈക്കിള് പൂർത്തിയാകുന്നു. എന്തിനുദ്ദേശിച്ചുകൊണ്ട്? വൺ സിംഗിൾ സ്കിൽ അറ്റ് എ ടൈം. ഒരു സിംഗിൾ സ്കില്ല് ഒരു സമയം നമ്മൾ പഠിപ്പിക്കുന്ന ആ പ്രോസസ്സാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കടന്നു വരുന്ന പാർട്ട് ലിങ്ക് പ്രാക്ടീസ് ഓർ ഇൻറ്റഗ്രേഷൻ ഓഫ് ദ സ്കിൽ, ഇൻറ്റഗ്രേഷൻ ഓഫ് ദ ഐസൊലേറ്റഡ് സ്കിൽ. That is known as a link practice. Otherwise we can say that bridge the gap between എന്തിനാണ് ഗ്യാപ്പ്? മൈക്രോ ലെസൺ പ്ലാൻ, മൈക്രോ ടീച്ചിങ് ആൻഡ് മാക്രോ ടീച്ചിങ്. അങ്ങനെയെങ്കിൽ മൈക്രോ ടീച്ചിങ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. അങ്ങനെയെങ്കിൽ മാക്രോ ടീച്ചിങ് എന്താണ്? മൈക്രോ ടീച്ചിങ് 5 to 10 minutes, 5 to 10 students, സ്മോൾ ടോപ്പിക്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ മാക്രോ ലെസൺ എന്ന് പറയുന്നത് 35 മുതൽ 40 വരെ കുട്ടികൾ 35 മുതൽ 40 വരെയുള്ള മിനിറ്റ് ഉപയോഗിച്ച് വലിയൊരു കണ്ടന്റ് പഠിപ്പിക്കുന്ന പ്രോസസ്സാണ് മാക്രോ ലെസൺ അഥവാ ഫുൾ ക്ലാസ് ടീച്ചിങ് ഓർ ആക്ച്വൽ ക്ലാസ് റൂം സിറ്റുവേഷൻ. ഇതിനു മുമ്പ് ഞാനൊരു സെന്റൻസ് പറഞ്ഞു. ലിങ്ക് ലെസൺ മീൻസ് ദാറ്റ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ എന്തിൻ്റെ? മൈക്രോ ലെസൺ ആൻഡ് മാക്രോ ലെസൺ. ഇതിൻ്റെ രണ്ടിനെയും ഇടയിൽ നിൽക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ലിങ്ക് ലെസൺ അഥവാ ലിങ്ക് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ചെറിയൊരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനോടുകൂടെ നിങ്ങൾക്ക് എന്താണ് ലിങ്ക് പ്രാക്ടീസ് എന്ന് കൃത്യമായി മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 പാർട്ടുകളാണ്. മൈക്രോ പ്രാക്ടീസ്, ലിങ്ക് പ്രാക്ടീസ്, ദെൻ മാക്രോ ലെസൺ. ഇൻ എ മൈക്രോ പ്രാക്ടീസ് ഓർ മൈക്രോ ടീച്ചിങ് ലെസൺ പ്ലാൻ 5 people, 5 minutes, സിംഗിൾ കൺസെപ്റ്റ്, 1 skill. ഇതാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാധാരണ മൈക്രോ ടീച്ചിങ് ലെസൺ പ്ലാനിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത പാർട്ടിലേക്ക് കടക്കുകയാണ് ലിങ്ക് പ്രാക്ടീസ്. ലിങ്ക് പ്രാക്ടീസ് മീൻസ് ദാറ്റ് 10 to 15 people, 10 to 15 minutes, 2 to 3 skills, then broad concept. ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ ബ്രോഡ് കൺസെപ്റ്റ് ആണ്. 1 single at a time, single concept, then macro lesson. Macro lesson also known as actual classroom teaching or full class teaching. Then 40 people, 35 to 40 people, 35 to 40 minutes, many skills, then many concept. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനു മുമ്പ് ഞാനൊരു സെൻറ്റൻസ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ്സ് എ ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ മൈക്രോ ലെസൺ ആൻഡ് മാക്രോ ലെസൺ.
അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഒരു സാധാരണ ലിങ്ക് പ്രാക്ടീസ് പ്രോസസ്സ് ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ നടക്കുന്നത്? There are many methods for link practice. One of the method is that after practicing 3 sub-skills separately, the trainee may combine. Trainee എന്ത് ചെയ്യുന്നു? Trainee may combine all the 3 sub-skills in a lesson of 10 minutes. ഏറ്റവും ആദ്യം എന്ത് ചെയ്യും? 10 minutes ഒരു ക്ലാസ് എടുക്കും. He then practices another 3 sub-skills separately and links them. He then combines all the 6 sub-skills in a single lesson of 15 minutes. And so on till the entire sub-skills are combined in a macro lesson of 40 minutes and teaching a full class. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? One of the method is that after practicing 3 sub-skills separately, നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? മൈക്രോ ടീച്ചിങ്ങിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു, ടീച്ചിങ് നടത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം 2 or 3 ടീച്ചിങ് സ്കില്ലുകൾ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടെടുക്കുന്നു. വീണ്ടും 3 സബ് സ്കിൽസ് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഈ സബ് സ്കിൽസ് വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നടക്കുന്ന ഈ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ലിങ്ക് പ്രാക്ടീസ് എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടുന്നതുണ്ട്. ഇങ്ങനെ 2 or 3 സബ് സ്കിൽസ് മാത്രമല്ല ഏതിനകത്ത് ഉൾക്കൊള്ളുന്നത്? ഒരു മാക്രോ ലെസനകത്ത് ഉൾപ്പെടുന്നത്. മാക്രോ ലെസനകത്ത് ഒരു ടീച്ചർ സാധാരണ ക്ലാസ് റൂമിൽ എന്തൊക്കെ സ്കില്ലുകൾ ആസ്പദമാക്കിയാണോ 8 or 9 സ്കില്ലുകൾ ഇവിടെ പഠിച്ചുവെങ്കിലും അത് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ സ്കില്ലുകൾ ഉൾപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് ഒരു ടീച്ചർക്ക് ഒരു ക്ലാസ് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാക്രോ ലെസൺ ഓർ ആക്ച്വൽ ക്ലാസ് റൂം സിറ്റുവേഷൻ ഓർ ഫുൾ ക്ലാസ് ടീച്ചിങ്ങിൽ എന്തുണ്ടായിരിക്കണം? ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ടീച്ചിങ് സ്കിൽസ്. ഇതിനെയാണ് മാക്രോ ലെസൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് മൈക്രോ ടീച്ചിങ്ങിൽ ഒരു സിംഗിൾ സ്കില്ല് മാത്രം എടുക്കുമ്പോൾ ലിങ്ക് പ്രാക്ടീസിൽ 2 or 3 സ്കില്ലുകളും അതിൻ്റെ വീണ്ടും ഇൻ്റഗ്രേഷൻ നടക്കുന്നു. മാക്രോ ലെസണിനകത്ത് ഇത് പൂർണ്ണമായും നടക്കുന്നു. എന്നാൽ മൈക്രോ ലെസൻ്റെ ഒരു നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ദ ടീച്ചിങ് സ്കിൽസ്, നെയിംലി സെറ്റ് ഇൻഡക്ഷൻ. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് സെറ്റ് ഇൻഡക്ഷൻ ആൻഡ് സ്കിൽ ഓഫ് ക്ലോഷർ. ഇത് രണ്ടും നമ്മൾ പഠിച്ചതാണ്. കനോട്ട് ബി പ്രാക്ടീസ്ഡ് ഇൻ മൈക്രോ ടീച്ചിങ് സെഷൻ ഇൻ ഐസൊലേഷൻ. ഇവ രണ്ടും നമുക്ക് ഒറ്റയ്ക്കായിട്ട് ഏത് സെഷനകത്ത് എടുക്കാൻ പറ്റുന്നില്ല, മൈക്രോ ടീച്ചിങ്ങിനകത്ത് എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? സോ ഇൻ ലിങ്ക് പ്രാക്ടീസ് ദ ട്രെയിനീസ് ഇൻക്ലൂഡ് ദീസ് സ്കിൽസ് ഓൾസോ. പക്ഷേ മൈക്രോ ടീച്ചിങ്ങിൽ സെറ്റ് ഇൻഡക്ഷനോ അല്ലെങ്കിൽ സ്കിൽ ഓഫ് ക്ലോഷറോ ഒറ്റയ്ക്ക് എടുക്കാൻ സാധിക്കില്ലെങ്കിലും അതിൻ്റെ ഒരു പരിഹാരം ഏതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു? ലിങ്ക് പ്രാക്ടീസിനകത്ത് ചെയ്യാൻ സാധിക്കുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ലെസൺ ദ ട്രെയിനി ഷുഡ് ഗെറ്റ് ഫീഡ്ബാക്ക് അബൌട്ട് ദ ലെസൺ. ട്രെയിനിക്ക് എന്ത് ലഭിക്കുന്നു? ഫീഡ്ബാക്ക് ലഭിക്കുന്നു. ആരിൽ നിന്ന്? ഇത് ഒരിക്കലും കുട്ടികളുടെ മുന്നിലല്ല, ആരുടെ മുന്നിൽ എടുക്കുന്നതാണ്? പിയർ ഗ്രൂപ്പിൻ്റെ മുൻപിലും നിങ്ങളുടെ സൂപ്പർവൈസറുടെ മുന്നിൽ. സൂപ്പർവൈസർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്ഷണൽ ടീച്ചർ, അതായത് മാസ്റ്ററി ഓഫ് ദ കണ്ടന്റ് അല്ലെങ്കിൽ റിസോഴ്സ് പേഴ്സൺ എന്നാണ് ഇവിടെ സൂപ്പർവൈസറിന് അറിയപ്പെടുന്നത്. ഈ സൂപ്പർവൈസറുടെ മുന്നിൽ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ പിയർ ഗ്രൂപ്പും ഈ സൂപ്പർവൈസറും നിങ്ങൾക്ക് എന്ത് തരുന്നു? ഫീഡ്ബാക്ക് തരുന്നു. അങ്ങനെയെങ്കിൽ ലിങ്ക് പ്രാക്ടീസ് ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ മൈക്രോ ടീച്ചിങ് ആൻഡ് മാക്രോ ടീച്ചിങ്, വെർ മൈക്രോ ടീച്ചിങ് സ്കിൽസ് ആർ ഇഫക്റ്റീവ്ലി ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്. നിങ്ങൾക്ക് ആശയം മനസ്സിലാക്കി കാണും. ലിങ്ക് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഓഫ് ഡിഫറെൻറ്റ് സബ് സ്കിൽസ്. In micro teaching technique, teaching skills are practiced one by one separately. At a time, only one skill can be practiced. While practicing one skill, the use of that particular skill is maximized and other related skills may also occur taking indirect role. Skills practiced in isolation have no meaning unless they are integrated in teaching. Hence, after attaining mastery in various skills, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓരോ സ്കില്ലും എടുത്തതിന് ശേഷം after attaining mastery in various skills, opportunity should be given to the teacher trainee to teach the real situation, integrating the skills mastered already. ഇപ്പം എന്താ നേടിയിട്ടുണ്ട്? സ്വാഭാവികമായും ടീച്ചർ ട്രെയിനി ഓരോ സ്കില്ലുകളെ കുറിച്ച് മാസ്റ്റർ ആയിട്ടുണ്ട്. എന്നാൽ അവ ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ള മാസ്റ്ററി നേടുന്നതിനെയാണ് ലിങ്ക് പ്രാക്ടീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാധാരണ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ് ഡിഫൈൻ ലിങ്ക് പ്രാക്ടീസ് ഓർ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലിങ്ക് പ്രാക്ടീസ്.
What do you mean? What is the meaning of link practice? Link practice means that link practice is a bridge between micro teaching and macro teaching, where micro teaching skills are effectively integrated and transferred. A deliberate program for integration of sub-skills is known as link practice, or integration of different sub-skills is known as a link practice. What are the characteristics of micro practice, link practice and macro lesson? In micro practice or micro teaching lesson plan, 5 people, 5 minutes, a single concept and 1 skill. In link practice, 10 to 15 people, 10 to 15 minutes, 2 to 3 skills, then broad concept. In macro lesson or actual classroom situation, 14 people, 40 minutes, many skills and many concept. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിമുലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. അതോടുകൂടെ നമ്മുടെ ഈ മൈക്രോ ടീച്ചിങ് എന്നതിൻ്റെ പാർട്ട് തീർന്നു. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.